കൺട്രോൾ ചെയ്യാനാണ്, ടയറിൻ്റെ ഉരുളിച്ച കൺട്രോൾ ചെയ്യാനാണ് ബ്രേക്ക്. ഓക്കെ ആണല്ലോ. ഇനി ക്ലച്ച് എന്തിനാണെന്നല്ലേ, ക്ലച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ ഗിയർ എന്തിനുള്ളതാണ്? സ്പീഡ് എത്ര വേണമെന്ന് കൊടുക്കാം, കൺട്രോൾ ചെയ്യാനായിട്ട്. ആക്സിലേറ്റർ ഇപ്പോൾ എന്തിനുള്ള? എത്ര സ്പീഡ് കൊടുക്കണം. അപ്പോൾ 2 സ്പീഡിനുള്ളതല്ലേ, ശരിയല്ലേ? ആക്സിലേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോളത് പ്രസ് ചെയ്യുന്നതനുസരിച്ച് വേഗത ഉയരും. ഓക്കെയാണ്. മോളത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ തിരിച്ചത് ഐഡിലേക്ക് വരും. ഓക്കെയാണ്. ഗിയർ എന്തിനാന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ഫിക്സഡ് ആയിട്ട് ഒരു റേഞ്ചിൽ വണ്ടിയെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേഗത. നമ്മൾ ഏത് ഗിയർ ചൂസ് ചെയ്യുന്നോ ആ ഗിയറിനൊരു റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിൽ വണ്ടിയെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെയാണ്. അത് അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടിയുടെ ഉരുളിച്ച് തടസ്സപ്പെടുത്തണം. ഓക്കെയാണ്. അല്ലെങ്കിൽ റോഡിൽ വണ്ടിക്ക് അങ്ങനെ ഉരുളാൻ പറ്റാത്തൊരു സാഹചര്യം വരണം, അപ്പം മാത്രമേ അത് ബ്രേക്ക് ആവുള്ളൂ. ഓക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഏത് ഗിയർ ഇട്ടിരിക്കുന്നോ അതിനൊരു റേഞ്ച് ഉണ്ട്, അതിൻ്റെ ഏറ്റവും മിനിമം റേഞ്ചിൽ വണ്ടി കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും വാഹനത്തിന്. ഓക്കെയാണ്. നമ്മുടെ വീട്ടിലൊരു ഫാനിൻ്റെ ഒരു റെഗുലേറ്റർ പോലെ കൂട്ടിയാൽ മതി ഇതിന്. സ്പീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് സെലക്ട് ചെയ്യുന്നോ ആ റേഞ്ചിലായിരിക്കും വാഹനം പോകുന്നത്. ഓക്കെയാണ്. ആ റേഞ്ചിന്റെ മിനിമം ടു മാക്സിമം എത്തിക്കാൻ ആക്സിലേറ്റർ. ഓക്കെയാണ്. നമ്മൾ ഒന്നാമത്തെ ഗിയർ ചൂസ് ചെയ്യുന്നതെങ്കിൽ 0 to 10 ആണ് അതിന്റെ റേഞ്ച്. അപ്പം മിനിമം ഒരു 5 വരെയുള്ള വേഗത വാഹനം കീപ്പ് ചെയ്തോളും. അതിൽ കൂടുതൽ വേണ്ടി വന്ന ഉപയോഗിക്കാൻ ആക്സിലേറ്റർ. ഓക്കെയാണ്. ആക്സിലേറ്റർ എപ്പോൾ ഡ്രോപ്പ് ചെയ്താലും ആ 0ക്കും 5നും ഇടയിൽ ഒരു വേഗത വാഹനം സ്വയമേ കീപ്പ് ചെയ്യും. ഓക്കെയാണ്. റോഡിൽ വേറെ തടസ്സമില്ലെങ്കിൽ അതിന് ഉരുളാൻ പറ്റിയാൽ അതങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെയാണ്. ഇനി ക്ലച്ച് എന്തിനാന്നല്ലേ, ക്ലച്ച് എന്തിനാന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഈ ഗിയർ ട്രാൻസ്മിഷൻ നടത്താനായിട്ടാണ്. ഓക്കെയാണ്. മനസ്സിലായിട്ടില്ല? മനസ്സിലായി. ഇപ്പം മീൻസ് നമ്മൾ അതിനെ ഇത് ചെയ്താലേ അത് ഗിയർ മാറ്റാൻ പറ്റൂ. മാറ്റാൻ പറ്റുള്ളന്നല്ല, അതെന്താന്ന് വെച്ചാൽ ചുമ്മാ ഇതൊരു കഥയാണ്, ഇതിനകത്തൊരു ലോജിക്കില്ല. എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറയാം. വണ്ടിയുടെ എഞ്ചിൻ മുന്നിലായിരിക്കുന്നത്. ഓക്കെ. എഞ്ചിനും ടയറുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഓക്കെ. ടയർ വേറെ, എഞ്ചിൻ വേറെ. വാഹനത്തിന്റെ എഞ്ചിന്റെ ജോലി എന്ന് പറഞ്ഞാൽ സ്വയം റൊട്ടേറ്റ് ചെയ്യണം, കൂട്ടത്തിൽ ടയറിനെ കറക്കണം. ഇതാണ് അതിന്റെ ജോലി. ഓക്കെയാണ്. എഞ്ചിന്റെ കറക്കം ടയറിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഗിയറാണ് എന്ന് വിചാരിച്ചു. ഓക്കെയാണ്. ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ട് ആണെന്ന് വിചാരിച്ചോ, എനിക്ക് ഇങ്ങോട്ടും വിരലുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ഒരു റൗണ്ടാണ് എഞ്ചിനിലുള്ളതെന്ന് വിചാരിച്ചോ. ഓക്കെ. ഈ ഗിയറിനകത്തും ഇതുപോലത്തെ ഒരു സെലക്ടർ ഉണ്ട്. മോളൊരു ഗിയർ ഇടുമ്പോൾ ഇത് നമ്മളിങ്ങനെ കണക്ട് ആവുക ചെയ്യുന്നത്. ഓക്കെ. ന്യൂട്രലിലാണെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടിരിക്കും, ഗിയർ ഇടുകയാണെങ്കിൽ ഇതിലേക്ക് വന്ന് കണക്ട് ആവുക ചെയ്യുന്നത്. എഞ്ചിൻ എപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പം ഇതും റൊട്ടേറ്റ് ആവും. ഓക്കെ. ഒരു ഗിയറിലാണെങ്കിൽ. ഗിയറിലല്ലെങ്കിൽ എഞ്ചിൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വാഹനത്തിന് മൂവ്മെന്റും ഉണ്ടാവില്ല. ഓക്കെയാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഞ്ചിനിലേക്ക് ഈ ഗിയർ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാൻ നോക്കിയാൽ ഇതിന് മൂവ്മെന്റ് ഇല്ലാത്തതാണ്, എഞ്ചിനാണ് മൂവ്മെന്റ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിയിടിക്കും, ഗിയർ ബോക്സിന് ഡാമേജ് ഉണ്ടാവും. ഓക്കെ. പിന്നെ മോക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം എഞ്ചിൻ മൂവ് ചെയ്തോണ്ടിരിക്കുക. സഡൻ ആയിട്ട് ഇതങ്ങ് കണക്ട് ചെയ്യാൻ നോക്കിയാൽ പെട്ടെന്ന് നീങ്ങിപ്പോവും മുന്നിലേക്ക്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം ഗിയർ ബോക്സിന് കേടുപാടുണ്ടാകാതെ ഇത് നമ്മൾ ഈ കണക്ട് ചെയ്യാൻ വേണം, ഇതിന്റെ മൂവ്മെന്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണം. ഓക്കെയാണ്. ക്ലച്ചിനെ പറയുന്നത് എഞ്ചിന്റെ ബ്രേക്ക് എന്നാ. നമ്മൾ ഈ ബ്രേക്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? ടയറിനെ കൺട്രോൾ ചെയ്യാനാണ്. അതുപോലെ എഞ്ചിന്റെ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യാനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്. വണ്ടി എങ്ങനെ നീങ്ങണമെന്ന് മോള് ക്ലച്ച് ലൂസ് ചെയ്യുന്നതനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. മൂവ്മെന്റ് വേണ്ടെങ്കിൽ ക്ലച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് വണ്ടിയുടെ മൂവ്മെന്റ് കുറയുകയും ചെയ്യും എഞ്ചിന്റെ. ബ്രേക്ക് ഇല്ലാണ്ടും നമുക്ക് ഇതിനെ ഇങ്ങനെ സ്ലോ ആക്കാൻ പറ്റും. വണ്ടി നിർത്തണമെങ്കിൽ ബ്രേക്ക് വേണ്ടി വരും. മൂവ്മെന്റിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടയറിനെ ഫ്രീ ആക്കാൻ പറ്റും നമുക്ക്. എഞ്ചിൻ വണ്ടിയെ മൂവ്മെന്റ് ചെയ്യിക്കത്തില്ല ക്ലച്ച് ഉപയോഗിച്ചാൽ. പിന്നെ റോഡ് നിരപ്പല്ല, ഇറക്കമാണ്, സ്ലോപ്പ് ആണെങ്കിൽ വണ്ടി ഉരുണ്ടു പോകും സ്പീഡിൽ, അപ്പം ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെയാണ്. വാഹനം എങ്ങനെ മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ക്ലച്ച് ഉപയോഗിക്കുന്ന പോലെ. ഓക്കെയാണ്. ക്ലച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ റൊട്ടേഷൻ നിൽക്കുമെന്ന് വിചാരിച്ചോ എഞ്ചിന്റെ. ഓക്കെ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഗിയറിനെ ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും, ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെയാണ്. ഒരു ഗിയർ കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ വാഹനം മൂവ് ചെയ്യണമെങ്കിൽ മോൾ ആ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെയാണ്. അത് എത്ര സ്ലോയിൽ റിലീസ് ചെയ്യുന്നോ അത്രയും സ്ലോയിലേ വാഹനം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുള്ളൂ. ഓക്കെയാണ്. ക്ലച്ച് എന്തുവാന്നൊരു ഐഡിയ ഉണ്ടാ? ഉറപ്പാണ്. ഫസ്റ്റ് ഗിയർ എന്നിട്ട് നോക്കിയേ. ഓക്കെ. സെക്കൻഡ് ഗിയർ എന്നിട്ട് നോക്കിയേ. ഓക്കെ. തേർഡ് ഗിയർ എന്നിട്ട് നോക്കിയേ. ഫോർത്ത് ഗിയർ എന്നിട്ട് നോക്കിയേ. ന്യൂട്രലിലാക്കിക്കേ. ഇപ്പം ശക്തി വെച്ചിട്ടല്ലേ ചെയ്തത്, അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് എന്നിട്ട് നോക്കിയേ. ഫസ്റ്റ് ഗിയർ എന്നിട്ട് അത്ര ശക്തി വേണ്ട, കയ്യിൽ നല്ല പ്രഷർ എടുക്കുന്നുണ്ട്. ഇതിനൊരു പൊസിഷൻ ഉണ്ട്, ഇത് കണ്ട
ഈ പൊസിഷനിൽ വന്ന് പിന്നെ മുന്നിലേക്ക് പോയാൽ ഫസ്റ്റ് ഗിയറേ വീഴത്തുള്ളൂ. ഓക്കെയാണ്. ഒന്ന് ഫസ്റ്റ് ഗിയർ ഇട്ടെ. മോൾ ഈ പൊസിഷനിൽ കൊണ്ടുവരാൻ മാത്രം ഒരു ബലം കണ്ട ഈസി അല്ലേ? സെക്കൻഡ് ഗിയറും അതുപോലെ ഈ പൊസിഷനിൽ കൊണ്ടുവന്നാൽ പിന്നെ ഫ്രീ ആയിട്ട് പുറകോട്ട് ഇടാം. ഓക്കെയാണ്. തേർഡ് ഗിയർ ഇടാൻ ഒന്നും ചെയ്യണ്ട, പതിയൊന്ന് തട്ടിയാൽ തേർഡിന്റെ പൊസിഷനിലാണ് വരുന്നത്. ഫോർത്തിലേക്കൊന്ന് മാറിക്കടാ. ഓക്കെ, ഇനി സെക്കൻഡ് ഗിയർ എന്നിട്ട് അപ്പോഴും ശക്തി വരരുത്. ആ പൊസിഷൻ ഒന്ന് മാറ്റുക, എന്നിട്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ ന്യൂട്രലാക്കിക്കടാ. തേർഡ് ഗിയർ എന്നിട്ടടാ. സെക്കൻഡ് ഗിയർ എന്നിട്ടടാ. അത്രേ ഉള്ളൂ. തേർഡ് ഗിയറിലേക്കൊന്ന് മാറിക്കടാ. ഫോർത്തിലേക്കൊന്ന് മാറിക്കടാ. സെക്കൻഡ് ആക്കിക്കടാ. ഓക്കെ അല്ലേ? ന്യൂട്രലാക്കിക്ക. ഇപ്പം നോക്കിക്കൊണ്ടല്ലേ ഇട്ട, നോക്കാവുന്നിട്ട് ഫസ്റ്റ് ഗിയർ എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്കൊന്ന് മാറിക്കുക. തേർഡ് ഗിയറിലേക്കൊന്ന് മാറിക്കുക. ഫോർത്ത് ഗിയറിലേക്കൊന്ന് മാറിക്കുക. സെക്കൻഡ് ഗിയറിലേക്കൊന്ന് മാറിക്കുക. ന്യൂട്രലാക്കിക്കുക. ഓക്കെയാണ്. ഈ ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരുന്നത് എന്തിനായിരിക്കും? വാഹനത്തിന്റെ വേഗത അത് ആ റേഞ്ച് കുറയുന്നതനുസരിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്ത് വാഹനത്തിന്റെ വേഗത കുറച്ചാൽ ഏത് റേഞ്ചിലാണ് അതിന്റെ സ്പീഡ് ഉള്ളത് അതിന് സ്യൂട്ടായിട്ടൊരു ഗിയർ ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെയാണ്? ഉറപ്പാണ്? നമുക്ക് വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ ഏത് ഗിയർ വേണ്ടി വരും? അതെന്തുകൊണ്ടായിരിക്കും? ഏറ്റവും ചെറിയ റേഞ്ചിൽ കൂടുതൽ വെയിറ്റ് കൊണ്ട് നീങ്ങാനുള്ള കഴിവ് ഒന്നാമത്തെ ഗിയറിന് മാത്രമേ ഉള്ളൂ. കൂട്ടത്തിൽ സ്ട്രോങ്. ഓക്കെയാണ്. സെക്കൻഡ് ഗിയർ ആകുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റർ വെർഷനാണ്. അപ്പൊ അതിന് വേഗത കൂടും, പക്ഷെ കരുത്ത് കുറവായിരിക്കും. കരുത്തെന്ന് ഉദ്ദേശിക്കുന്ന ഈ വാഹനത്തിനെ എടുത്തുകൊണ്ട് നീങ്ങാനുള്ള കഴിവിനെയാണ് പറയുന്നത്. വാഹനത്തിനൊരു വെയിറ്റ് ഉണ്ട്, നമ്മൾ അതിനകത്ത് കയറിയിരിക്കുമ്പോൾ നമ്മുടെ വെയിറ്റും കൂടെ ആയി. ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാത്ത അവസ്ഥയിൽ മൂവ്മെന്റ് എടുക്കാൻ ഒന്നാമത്തെ ഗിയറിനെ പറ്റുള്ളൂ. ഓക്കെയാണ്? ഒന്നാമത്തെ ഗിയറിന് അപ്പോൾ വേഗത ഇല്ല, മൂവ്മെന്റ് എടുക്കാനുള്ള കഴിവാണ് ഉള്ളത്. വേഗത വേണമെങ്കിൽ അടുത്ത ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഡൗൺ ചെയ്യുന്നപ്പോൾ എന്തിനാണെന്നറിയാലോ? വേഗത കുറയുമ്പോൾ ഏത് റേഞ്ചിലാണോ വണ്ടി ഉള്ളത് അതിനനുസരിച്ചുള്ള ഗിയർ ഇട്ടാൽ മാത്രമേ വണ്ടിക്ക് മൂവ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണോടാ? നോക്കാവുന്ന ഫസ്റ്റ് ഗിയർ ഇട്ടെ. ഒന്ന് ന്യൂട്രലാക്കിക്കുക. സെക്കൻഡ് ഗിയർ എന്നിട്ട് ന്യൂട്രലാക്കിക്കുക. ശക്തി വരരുത്. തേർഡ് ഗിയർ എന്നിട്ട് ഫോർത്ത് എന്നിട്ട് ഒന്ന് സെക്കൻഡ് ഗിയറിലേക്ക് മാറി ന്യൂട്രലാക്കിക്കുക. ഓക്കെയാണ്? ഇപ്പം ആ സൗണ്ട് കേൾക്കുന്നില്ലേ ഭയങ്കരമായിട്ട്? ആ സൗണ്ട് ഇല്ല, ഒന്ന് സോഫ്റ്റ് ആയിട്ട് നിട്ട് നോക്കിയാൽ ഫസ്റ്റ് ഗിയറിലേക്ക്. സെക്കൻഡ് ഗിയർ എന്നാക്കി കൈ ഒന്ന് മാറ്റിക്കടാ. ഇനി തേർഡ് ഗിയർ എന്നിട്ട് നോക്കണ്ട. ആ ഫോർത്ത് ഗിയറിലേക്ക് ഒന്ന് മാറി. സെക്കൻഡ് ഗിയറിലേക്ക് ഒന്ന് മാറി ന്യൂട്രലാക്കിക്കടാ. ഓക്കെയാണ്? ഉറപ്പാണ്? നോക്കാം, കുഴപ്പമില്ല. ഒന്നുമില്ല, ധൈര്യമായിട്ടിരിക്കും. ആക്കിയൊന്നാക്കാവാ മതി. വണ്ടിയിൽ കയറിയാ നമ്മൾ ഇപ്പം മോള് ചൂടെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്? സീറ്റ് ആദ്യം നമുക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്യണം. അത് ഓക്കെയാണ്, കംഫർട്ടാണ്. മിറർ നമുക്ക് കാണാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. കാണാവാ? ഈ സൈഡും ഓക്കെയാണ്. ഈ സെന്റർ മിററും ഉണ്ട്, കാണാവാ? ഓക്കെയാണ്. 3 മിററും അറേഞ്ച് ചെയ്യണം. ആദ്യം സീറ്റ് അറേഞ്ച് ചെയ്യണം, പിന്നെ മിറർ അറേഞ്ച് ചെയ്യണം. ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടു. ഓക്കെ, ഇനി എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബ്രേക്ക് പ്രസ് ചെയ്യണം. ഇത് ഇത്രയും കാണാതെ പഠിച്ചു വെച്ചോണം, മെമ്മറി ചെയ്ത് വെച്ചോണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും വരുന്നത്. നമ്മളൊരു സ്കില്ലായിട്ടൊരു ഒരാളൊന്നും അല്ല. ഓർക്കാതെ ചിലപ്പോൾ താക്കോലിൽ തിരിക്കാം. വണ്ടി ഒരു ഗിയറിലാണെങ്കിൽ ചിലപ്പോൾ മുന്നിലേക്ക് നീങ്ങാം, അല്ലെ പിന്നിലേക്ക് നീങ്ങാം. ഓക്കെ അല്ലേ? ഈ ബ്രേക്ക് പ്രസ് ചെയ്തിരിക്കുന്ന അത്രയും കാലം വണ്ടി നീങ്ങില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും വാഹനം ഇവിടുന്ന് അനങ്ങില്ല. ഓക്കെയാണ്? ബ്രേക്ക് എൻഗേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വണ്ടി ന്യൂട്രലാണോ നോക്കിയിട്ട് വേണം പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെയാണ്? ഇത്രയും വെയിലത്ത് കിടക്കുന്നതുകൊണ്ട് ചൂടെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടത്. ഓക്കെയാണ്? സീറ്റ് ബെൽറ്റ് ഇട്ടാൽ നമുക്ക് ഇവിടെ നീങ്ങി നോക്കാം. എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? നീങ്ങണമെങ്കിൽ ഇട്ടു. ഇനി എന്ത് ചെയ്യണം? ഏത് ചെയ്തു? ഓക്കെ അല്ലേ? അത് ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാവുള്ളൂ. ഇനി വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാഫ് ക്ലച്ച് എന്നാ അതിന് പറയുന്നത്. ആയാ? ഇനി മോളുടെ കൺട്രോളിലെ വണ്ടി, കാരണം ബ്രേക്കില്ല വണ്ടിയുടെ കൺട്രോള്. മോള് ബ്രേക്ക് ലൂസ് ചെയ്താൽ മാത്രമേ ഈ വണ്ടി നീങ്ങുള്ളൂ ഇവിടുന്ന്. നിനക്ക് എങ്ങനെ നീങ്ങണോ അതിനനുസരിച്ച് അത് ലൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മുടെ മുന്നിൽ നോക്കിയ ഒരു വളവാ ഉള്ളത്. അപ്പൊ സഡൻ ആയിട്ടൊരു മൂവ്മെന്റ് എടുത്ത് ചിലപ്പോൾ തിരിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് വരാം. അപ്പൊ ബ്രേക്കിൽ മാക്സിമം കൺട്രോൾ ചെയ്ത് നീങ്ങണമെങ്കിൽ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇറങ്ങി പോയാൽ മതി.
പോട്ടെ നോക്കാം. നാളെ പോയിട്ട് മതി, സൗകര്യമായിട്ട് എത്ര വേണ സമയം എടുത്തു. ഞാൻ നേരത്തെ അമ്മാവനുണ്ടായിരുന്നപ്പോ പഠിക്കുമായിരുന്നു, ഒരാഴ്ച ഇരുന്നായിരുന്നു. അപ്പൊ പറഞ്ഞു ബ്രേക്കിൽ കാല് വരണ്ട, ക്ലച്ച് പിടിച്ചിട്ട് നേരെ ആക്സിലറേഷനും ക്ലച്ചും അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞേ, അതൊരു സ്കില്ലായുള്ള ഒരാൾക്കേ പറ്റുള്ളൂ. നമുക്ക് അത്ര സ്കില്ലൊന്നും ഇല്ല. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താ പ്രാക്ടീസ് ആക്കി വെക്കുന്നത്, ശരിയല്ലേ? വണ്ടി ഓടിക്കുന്ന ഒരാൾ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ സ്കില്ലായ ഒരാളുടെ രീതിയായിരിക്കും പറയുന്നത്. വണ്ടി ഇങ്ങനെ കുതിക്കും. ഒരിക്കലും നിനക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വണ്ടി. ഇത് നീ ഉദ്ദേശിക്കുന്ന പോലെ നീ എന്റെ മോളെ എപ്പോ ബ്രേക്ക് ലൂസ് ചെയ്യുന്നു അപ്പൊ മാത്രമേ ഈ വാഹനം ആ വണ്ടിക്കകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ വണ്ടി ഇച്ചിരി മൂവ് ചെയ്യത്തില്ല, അതിന് ഇച്ചിരി പവർ കൊടുക്കണം. ഇല്ല, അത് തോന്നല. ഞാൻ നേരത്തെ പറഞ്ഞില്ലടാ, ഓരോ വാഹനങ്ങൾ മാറുമ്പോഴും അതിന് കുറച്ചുകൂടി പവറുള്ള വണ്ടിയാ. അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടേ മുന്നോട്ട് അനങ്ങാൻ തുടങ്ങുള്ളൂ. മോൾ അതിനുള്ള മനസ്സ് വയ്ക്കണമെന്നേ ഉള്ളൂ. ഇതിന്റെ ക്ലച്ച് പലരും ഉപയോഗിക്കുന്നതായതുകൊണ്ട് ക്ലച്ചിന് കുറെ തേയ്മാനം ഉണ്ടാവും. അപ്പൊ നീ റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി മൂവ്മെന്റിന് റെഡി ആവുന്നുണ്ട്. മറ്റത് അങ്ങനെയല്ല, ഒരു സിംഗിൾ ഒരാൾ ഉപയോഗിക്കുന്ന വാഹനമാണ്. അത് ക്ലച്ച് ഒരുപാട് പുതിയതായിരിക്കും, ഒരുപാട് മേളിലായിരിക്കും. അത് സപ്പോർട്ട് ചെയ്യാൻ പഠിച്ചാൽ മതി നമ്മൾ. നീങ്ങാ നമുക്ക് പോട്ടെ. ഇപ്പൊ മോഡ കൺട്രോളിലല്ലേ വരുന്നത്, എന്റെ സഹായം ആവശ്യം വരില്ല. മറ്റത് ഒരാൾ സഹായിക്കേണ്ടി വരുന്നില്ല. ആ റൈറ്റ് ടേണല്ലേ എടുക്കണ്ടേ? പിന്നെ എന്ത് ചെയ്യണം? അത് ബ്രേക്കിൽ സമയമെടുത്ത് എന്ത് വേണേ ചെയ്തു, എന്നിട്ട് ടേൺ എടുത്തു, സ്ലോ ചെയ്ത് തന്നെ ഓക്കെ ആണ്. ഇനി ഒന്ന് ഇവിടെ നിർത്തും, ഒരു സെക്കൻഡ്. ഇതിപ്പോ നമ്മുടെ പ്രൈവറ്റ് റോഡാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിച്ചത്. ഇപ്പൊ ടേൺ എടുത്തപ്പോ മോള് നോക്കിയത് റൈറ്റിലേക്കാ, ശരിയല്ലേ? ഇവിടെയാ ശ്രദ്ധിക്കേണ്ടത്. ഈ ഭാഗം ഇവിടെ ഇടിക്കാതെ തിരിഞ്ഞു വന്നാൽ മതി നമുക്ക്. 1, 2 ഈ സൈഡിലാ വണ്ടി വരേണ്ടത്. നമുക്ക് കീപ്പ് ലെഫ്റ്റ് ആണ് എപ്പോഴും റോഡിൽ. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ വണ്ടി ഇറങ്ങി വരാവുള്ളൂ കേട്ടാ. പോട്ടെ. നേരെയാക്കി സത്യത്തിൽ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. നമ്മളെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചതാ. സത്യം പറ, ഒരു കുഴപ്പമില്ല. എന്റെ മോള് നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. മോള് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞാൽ മോളെ വണ്ടി എടുത്ത് ഞങ്ങൾ പറക്കും. സ്ലോ ചെയ്യും, അപ്പുറം കാണാൻ മേല മോളെ. അപ്പൊ ബ്രേക്കിൽ മാക്സിമം ഞെരുക്കി കൊണ്ടുവന്നാൽ മതി വണ്ടിയെ. നിന്റെ കൺട്രോളിലായിരിക്കണം ഇത്. വേറൊരാൾ നിന്നെ സഹായിക്കാൻ ഇല്ല എന്ന് വിചാരിച്ചോണം. ഇപ്പോഴും ഒന്ന് പാനിക്കായിട്ട് എടുത്തിരിക്കുന്നത്. മോടെ കാലേ ബ്രേക്ക് ഉണ്ട്, നിനക്ക് ആവശ്യത്തിന് സ്ലോ ചെയ്തോ വണ്ടി നേരെ കിട്ടുന്നത് വരെ. ചുമ്മാ വേറെ നമ്മുടെ സ്വന്തം വണ്ടിയാവുമ്പോൾ നമുക്ക് ഇച്ചിരി ടെൻഷൻ കൂടും. ഇതിപ്പോ എന്റെ കയ്യിൽ ബ്രേക്ക് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതുകൊണ്ട അതൊരു 2 സെക്കൻഡ് മുന്നേ ബ്രേക്ക് ചെയ്താലാ നീ ഉദ്ദേശിക്കുന്ന പോലെ വണ്ടി വരും. ലെഫ്റ്റ് ഒന്നും കൂടെ ശ്രദ്ധിക്കും മോളെ, ലെഫ്റ്റ് നോക്കുന്നില്ല നീ. അത് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് തരാം. ഇവിടെ നിർത്തണം. കണ്ട, ഇപ്പോഴും എന്റെ മോളെ അങ്ങോട്ട് എത്തി നോക്കാനാ പോണേ. അവിടെ ഒരു കാഴ്ച ഇല്ലെന്ന് തിരിച്ചറിഞ്ഞു. ഇതാണ് നമ്മുടെ കാഴ്ച, ഇങ്ങനെയാ നോക്കേണ്ടത്. വണ്ടിയുടെ ഈ ഭാഗം ഇവിടുന്ന് കളയാൻ പോകുമ്പോഴേ ഇങ്ങോട്ട് നോക്കണം. അങ്ങനെ ക്ലച്ച് ഒന്ന് ചോട്ടിക്കാൻ നോക്കും. ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരണം. ബ്രേക്ക് ഒന്ന് കാല് വിട്ടടാ, ക്ലച്ച് ഒന്ന് കാല് വിട്ടടാ കേട്ടാ. ഞാനൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ ഞാൻ പുറകോട്ട് എടുത്ത കേട്ടാ. ഇനി ക്ലച്ച് ബ്രേക്കും ചോട്ടിക്കും, ഫസ്റ്റ് ഗിയർ ഇടും കേട്ടാ. ഇതാണ് വിഷൻ. മോളുടെ കാഴ്ച ഇങ്ങനെ ആയിരിക്കണം പോകേണ്ടത്. നമുക്ക് ഇവിടം വരെ ഇടിക്കാനൊന്നുമില്ല, ശരിയല്ലേ? ഈ ഭാഗം ആ മതിലേക്ക് ഇടിക്കാതെ തിരിഞ്ഞ ആ റോഡിലേക്ക് കിട്ടിയാൽ മതി. അവിടുന്ന് ഒരു കാഴ്ച എടുക്കാൻ നോക്കരുത്. ഈ ഭാഗം ഓക്കെ അല്ലേ? പതിയെ മുന്നിലേക്ക് പോട്ടെ. ഇപ്പൊ നിനക്ക് തന്നെ കാണാം എന്തും മാത്രം സ്ഥലം ഇവിടെ വിശാലമായിട്ട് കിടപ്പുണ്ടെന്നറിയാം, ശരിയല്ലേ? ആ സ്ഥലം യൂസ് ചെയ്തു, ബ്രേക്ക് ചെയ്ത് പോവാ. ഈ സ്ഥലം യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ഇതാ കണ്ട കിട്ടി. ഇനി ഇവിടുന്ന് ടേൺ ചെയ്തു പോവാ, മതിലേക്ക് പോവാതെ. കണ്ട, തിരിച്ചുകൊണ്ടിരിക്കണ്ട. അവിടെ ഇടിക്കില്ല എന്ന് തോന്നുമ്പോഴത്തേക്ക് വണ്ടി പതിയെ നിവർന്ന് വരണം. മനസ്സിലായോ? പോട്ടെ. ഈ ടേണിങ്ങും അതുപോലെ എടുക്കും. ഈ ഭാഗം ഇവിടെ ഒരു സൈഡിൽ തട്ട് കിട്ടാത്ത രീതിയിൽ തിരിഞ്ഞു വന്നാൽ മതി. അതിന് എത്ര തിരിക്കണോ, എത്ര സമയം എടുക്കണോ, അതെല്ലാം ചെയ്തു. ഈ റോഡ് എങ്ങനെയാ കാഴ്ച കിട്ടുന്നത്, അങ്ങോട്ടേക്ക് ചരിഞ്ഞ് വരണം. ബ്രേക്ക് ലൂസ് ചെയ്താൽ മതി. സപ്പോർട്ട് ചെയ്ത് പുറത്തു പോട്ടെ.
നീങ്ങിക്കോളും, പാനിക് ആവണ്ട. അവിടുന്ന് വണ്ടി അതിന് നമ്മൾ റോഡിൽ എത്തിയിട്ടില്ല ഇപ്പോഴും, ടെൻഷൻ ആവണ്ട. ബ്രേക്ക് ലൂസ് ചെയ്യാഞ്ഞിട്ട്, ലൂസ് ആയിട്ടില്ല. ഇപ്പൊ ക്ലച്ച് ഇല്ല, ഹാഫ് ക്ലച്ച് ആക്കി കറക്റ്റ് ആയിട്ട്. ആയാ ബ്രേക്ക് ലൂസ് ചെയ്യും, ബ്രേക്ക് കണ്ട. ഓക്കെ, കാലെടുത്തോണ്ടാ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ക്ലച്ച് ഔട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ആദ്യത്തെ തട്ട് എവിടെ നിന്നായിരിക്കും കിട്ടാൻ പോകുന്നത് വണ്ടിക്ക് ഒരു റോഡിലേക്ക് ഇറങ്ങുമ്പോൾ? ആ സൈഡിൽ നിന്ന്, ശരിയല്ലേ? അപ്പൊ ആ സൈഡ് ഓർത്ത് ടെൻഷൻ അടിക്കണം. ഇത്തിരി മുന്നിലേക്ക് ഇറങ്ങണം. നീ തന്നെ ഇത്തിരി മുന്നിലേക്ക് ഇറങ്ങിയാൽ മതി. തിരിഞ്ഞു പോവാ, തിരിയട്ടെ. തിരിഞ്ഞിട്ടില്ല, അവരെ നോക്കരുത്. ബ്രേക്ക് ചെയ്ത് കൂടുതൽ തിരിക്കണം. വാ, തിരിച്ചിട്ടില്ല ഇപ്പോഴും. ഞാൻ പയ്യെ ക്ലച്ച് ലൂസ് ചെയ്യും. തിരിച്ചിട്ടില്ല, തിരിച്ചിട്ടില്ല, തിരിച്ചിട്ടില്ല. ആ അങ്ങനെ. ഇനി പയ്യെ ബ്രേക്കിൽ പോകും. ഈ വണ്ടി തിരിഞ്ഞ് ഈ സൈഡ് കിട്ടും. വാ അങ്ങോട്ട്. ഇനി സ്ട്രൈറ്റ് ചെയ്ത് പോവാ. ഇവിടെ മാത്രം ശ്രദ്ധിക്കും. ഇവിടെ സ്ട്രൈറ്റ് ചെയ്തെടുക്കുക വണ്ടിയെ. എന്നിട്ട് അനങ്ങാൻ സമ്മതിക്കാവുള്ളൂ. ഇപ്പോഴും ആ വണ്ടിയല്ലേ നോക്കിയത് അല്ല? അങ്ങനെ വേണ്ടടാ. നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു കാഴ്ചയില്ല നമുക്ക് കാണാനായിട്ട്. ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ? ഏത് റോഡാ ഫ്രീ ആയിട്ട് കിട്ടുന്നത്? ലെഫ്റ്റ് പോയ എവിടെ ചെല്ലും? ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളെയായി. ലെഫ്റ്റ് പോയ എവിടെ ചെല്ലും? പോട്ടെ, ലെഫ്റ്റ് പോട്ടെ. ഈ ലെഫ്റ്റിൽ കിടക്കുന്ന ഈ വാഹനത്തിന് തട്ടാതെ ഇറങ്ങി പോണം നമുക്ക്. പതിയെ ലെഫ്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ വണ്ടിയെ. അത് ഈ വണ്ടിയുമായിട്ട് മിനിമം അകലവും വേണം. ഇതിലോട്ട് പോകാതിരുന്നാൽ മതി. ബ്രേക്ക് ചെയ്തു. ഇനി ഇവിടെ നിവരണം. ഇപ്പം അതായിട്ട് നോക്കരുത്, നേരെ ആക്ക്. അതിലോട്ടാ നോട്ടം പോട്ടെ, നീങ്ങട്ടെ. മോള് അതിലോട്ടല്ല നോക്കുന്ന. ഈ സ്പേസ് ഇത്ര നിനക്ക് വേണ്ടി വിശാലമായിട്ട് കിടക്കുക, ശരിയല്ലേ? ആ സ്പേസ് യൂസ് ചെയ്യും. കഴിഞ്ഞ അനങ്ങട്ടെ, അവരെ നോക്കരുത്. ഇവിടെ സ്പേസ് കിടക്കുന്ന കണ്ട. ഈ കാറിൽ തട്ടായിരിക്കും എന്ത് മാറണം? അത്രേ ഉള്ളൂ. നമുക്ക് ഈ റോഡിൽ ഇറങ്ങിയിട്ട് ആ ലെഫ്റ്റ് കറക്റ്റ് ചെയ്ത് തരാം കേട്ടാ. പോവാം. പമ്പരം കറക്കുന്ന പോലെ കറക്കല്ലേ മോളെ സ്റ്റിയറിംഗ്. പോവാം. ടെൻഷൻ ആള് മസിൽ പിടിച്ചിരിക്കുക, ചോര അത്ത്. മോള് ഫ്രീ ആയിട്ട് ഇരിക്കടാ, ഒന്നുമില്ലടാ. മുഖം മാറി വേറെ ആളുടെ. ഇങ്ങോട്ട് വന്നപ്പോ വേറെ ആളായിരുന്നു. പോവാം, പോട്ടെ. എന്തിനീ ധൈര്യമായിട്ട് പോടാ. മക്കളെന്തിനാ ടെൻഷൻ അടിക്കാൻ? ഒന്നും വേണ്ട. അത് നേരത്തെ ഇല്ലായിരുന്നു. ഞാൻ സ്കൂട്ടർ ഓടിക്കുവായിരുന്നു വണ്ടിയുടെ. അപ്പൊ ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയിരുന്നു. അതിൽ പിന്നെ എനിക്ക് സ്കൂട്ടർ എടുക്കാനും ടെൻഷനായി. ഏത് വണ്ടിയാണ്? നമുക്കിനി വിമാനം വരെ പറഞ്ഞോളൂ. ധൈര്യമായിട്ട് പോട്ടെ. പിന്നെ അവിടെ നേരെ എയർപോർട്ടിലോട്ട് പോണത്. അവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന വിമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക് തന്നു. നമ്മൾ നീങ്ങാനിട്ട് ഓണടി വരുന്നത്. പതുക്കെ ക്ലച്ച് ചെയ്ത് പതുക്കെ തലയിൽ വെക്കണ്ട. റൈറ്റ് ഇൻഡിക്കേറ്റർ പുറകിലുള്ളവരാ ഇപ്പൊ പുറകിലുള്ളവരെ തല കയറ്റി വെച്ചിരിക്കുക, ശരിയല്ലേ? ഫസ്റ്റ് ഗിയർ ക്ലച്ച് ചെയ്യണം. ഫസ്റ്റ് ഗിയർ ഓക്കെ ആണോ? പോട്ടെ. നമ്മുടെ പുറകിൽ വരുന്നവരെല്ലാം നമ്മളെ നോക്കി തന്നെയാ വരുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി പാനിക് ആവരുത് കേട്ടാ. പതിയെ നിർത്തി ഈ ഫ്രണ്ട് ഭാഗം നോക്കി തിരിച്ച് കൊണ്ടുപോകാം റോഡിലേക്ക്. റൈറ്റാ നമുക്ക് പോകണ്ടേ? ഇവിടെ മാത്രം ശ്രദ്ധിക്കുക. ഈ ഭാഗം കറങ്ങി നോക്ക് പോകേണ്ട. ലെഫ്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു. നീങ്ങട്ടെ. ആക്സിലേറ്റർ വേണ്ടടാ, ക്ലച്ച് ലൂസ് ചെയ്യാഞ്ഞിട്ടാ. സ്ട്രൈറ്റ് ചെയ്ത് പോകാം. വന്നില്ല. നല്ല ടെൻഷൻ ആകട്ടാ. എന്തിനാ ടെൻഷൻ അടിക്കുന്ന മോള്? ഇനി ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും, ബ്രേക്കിംഗ് ഫ്രീ ആക്കി. പുറകിലേക്കാ കണ്ണിപ്പോളും കേട്ടാ മോളെ. പറഞ്ഞേ എന്തിനാ ടെൻഷൻ? നീ ഒരു അരമണിക്കൂറത്തെ ടെൻഷനേ ഉള്ളൂ. നീ അത് കഴിയുമ്പോൾ ഫ്രീ ആവുമെന്ന് എനിക്കറിയാം. പോട്ടെ, വെറുതെ ആ ലോഡ് എടുത്ത് വെക്കണ്ട. നിന്റെ ഫ്രണ്ടിൽ എന്ത് തടസ്സമുണ്ടോ അത് ക്ലിയർ ചെയ്ത് ഇപ്പൊ കൊണ്ടുപോകേണ്ടി. ബാക്ക് ചെയ്യാൻ നോക്കിക്കോളാം. മതിയാ? ഉറപ്പാ മതിയാ? ഇനി ഫ്രീ ആയിട്ടിരിക്കും. ചിരിച്ച മുഖമായിട്ടാണ് ഞാൻ കണ്ടത്. ആ ചിരിച്ച മുഖത്തോടു കൂടി ഇരുന്നു. പോട്ടെ. ആ കാറ് മാത്രമാണ് നിന്റെ തടസ്സം. അതിനെന്ത് സ്പേസ് എടുക്കണോ അതെടുത്ത് വണ്ടിയെ കൊണ്ടുപോയിക്കോണം. പതിയെ വേഗത കൊടുക്കും. നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ വേഗത കുറച്ചിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ബ്രേക്ക് വേണ്ടടാ. അപ്പോൾ ബ്രേക്ക് ചവിട്ടി എന്ത് പറ്റും?
ആദ്യം വേഗത കൊടുക്കുക. ഫസ്റ്റ് ഗിയറിന്റെ ഒരു മാക്സിമം വേഗത്തിലേക്ക് എത്തിക്കുക വണ്ടിയെ, അല്ലെങ്കിൽ ഒരു മിനിമം വേഗത്തിലേക്ക് എത്തിയാ ഇനി ആക്സിലേറ്റർ കുറച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെയാണ്. ഇനി വണ്ടിക്ക് മൂവ്മെന്റ് വരണമെങ്കിൽ ക്ലച്ച് ലൂസ് ചെയ്ത് കൊടുക്കണം. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് ആക്സിലേറ്റർ ഉപയോഗിച്ചാൽ മതി. സാരമില്ല, പോട്ടെ. ബ്രേക്കും ചവിട്ടും. സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഗിയർ പോവാം. നേരത്തെ പോലെ ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് വണ്ടി മൂവ്മെന്റ് എടുക്കും. എപ്പോൾ ബ്രേക്ക് ഉപയോഗിച്ചാലും അതിന് കൂടെ സപ്പോർട്ടായിട്ട് ക്ലച്ചും കൂടെ യൂസ് ചെയ്തോണം. പോവാം, പോട്ടെ. ഇനി ബ്രേക്കിന് ആവശ്യമുണ്ടോ? ഫ്രീ ആക്ക്. എന്നിട്ട് എന്ത് വേണം? ആക്സിലേറ്റർ ഉപയോഗിക്കണം. മുന്നിൽ ഒരു തടസ്സവും ഇല്ലാത്തതുകൊണ്ട് എന്ത് വേണം? കൊടുക്കും. മൂവ്മെന്റ് ആയില്ലേ? ഇനി ആക്സിലേറ്റർ കുറച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആയില്ലേ? ആ കാറിനെ നോക്കാതെ നിന്റെ സ്ഥലം അങ്ങനെ വെട്ടിക്കണ്ട. ഓക്കെ ആണോ? ടെൻഷൻ തോന്നുമ്പോൾ ആ കാല് ബ്രേക്കിന് മേളിൽ കൊണ്ടുവന്നു. ഇതൊരു കുഴിയുണ്ട്, ബ്രേക്കിന്റെ കൂടെ ക്ലച്ചും വേണം. ഓക്കെ അല്ലേ? ഇത് നിർത്തിയതുകൊണ്ടാ. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്ക്, ക്ലച്ച് ലൂസ് ചെയ്യരുത് ഇനി, കാരണം സെക്കൻഡ് ഗിയറിലാ വണ്ടി. മൂവ്മെന്റ് ഇല്ലേ? കയറ്റം കയറണമെങ്കിൽ എന്ത് വേണം? കൊടുക്ക്. ആ വണ്ടിയെ നോക്കാതെ മോളുടെ സ്പേസ് നോക്ക്. കൊടുത്തിട്ടില്ല. ബ്രേക്ക് ചെയ്യും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഗിയർ. ബലം പിടിക്കല്ലേ? എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ആ ചുണ്ട് കടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അറിയാം മുഖത്ത് അത്ര പ്രഷറുണ്ട്. ബ്രേക്ക് ഫ്രീ ആക്കുക. ഇനി പുറകോട്ട് പോവില്ല. ഹാഫ് ക്ലച്ചിലാ വണ്ടി. ശരിയല്ലേ? ആക്സിലേറ്ററിൽ ഒരു സപ്പോർട്ട് കൊടുത്താൽ വണ്ടി മുന്നിലേക്ക് നീങ്ങും. ഫ്രീ ആണോ? പോവാം, പോട്ടെ. എന്താ മോളുടെ പ്രശ്നം? നിനക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ലേ? നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് മാത്രമാണ് വേണ്ടത്. റൈറ്റ് സൈഡിലെ വിഷൻ വേണ്ട, ലെഫ്റ്റ് സൈഡിലെ വിഷൻ നോക്കിക്കോ. ലെഫ്റ്റിൽ എങ്ങോട്ട് മാറണം, എന്ത് വേണം, അത് കാറിനെ നോക്കാതെ ഇവിടെ നീ നോക്കും. നിനക്ക് ഇത്ര സ്ഥലമേ ഉള്ളൂ, ഇതേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ പുതിയൊരു സ്ഥലം അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്ക്. അത് ഞാൻ മാറ്റിത്തരാം. പോട്ടെ, പോട്ടെ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊന്ന് ഒതുക്കി നിർത്തിക്കാം. മതിലിടിക്കാതെ അവിടെ നിന്ന് ഒതുക്കി നിർത്തിക്കാം. ക്ലച്ച് വേണം, ബ്രേക്ക് വേണം. വണ്ടി ഇനി ലെവൽ ചെയ്യണം, കാരണം ഈ മതിലിലേക്ക് ഇപ്പൊ പോകുന്നത്. കൂടുതൽ തിരിച്ചാൽ തോറ്റും, വൈഡായി പോകും. അപ്പോൾ ഒരുപാട് വൈഡും ആവരുത്, ഇവിടെ ലെവലാകാൻ വേണം. റൈറ്റും ലെഫ്റ്റും ചെയ്യേണ്ടി വരും വണ്ടിയെ ചിലപ്പോൾ. ഓക്കെയാണ്? ആ ഗേറ്റ് കടത്തി നിർത്തിയിട്ട് ഈ ഗേറ്റ് കടന്നു പോയി മുന്നിൽ നിൽക്കട്ടെ. അപ്പോൾ വൈഡ് ആവുകയും ചെയ്യരുത്, ഇങ്ങോട്ടായി പോവുകയും ചെയ്യരുത്. ഇച്ചിരി മുന്നിലേക്ക് മതി, ഇവിടെ നിൽക്കട്ടെ. ന്യൂട്രലാക്കി കിടക്കും. ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് നിർത്താൻ പറ്റുമോ? നീ നോക്ക്, നീ എത്ര അടുത്ത് നിർത്തിയിരിക്കുന്നുണ്ട്. ഒരു ഡോറ് തുറക്കാനുള്ള സ്പേസാണ് നീ ഇവിടെ വെച്ചിട്ടുള്ളൂ. കറക്റ്റായിട്ടല്ലേ നിർത്തിയ? അപ്പം നമ്മൾ എന്തിനാ അങ്ങനെ ഒരു വിഷൻ എടുക്കുന്നത്? ഞാൻ കുറ്റമല്ല പറഞ്ഞ. ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു വിഷൻ ഇല്ല എന്ന് വിചാരിച്ചു, ഇതിലേക്കൂടെ ഈ ഫ്രണ്ടിലെ ഒരു വ്യൂ ഇല്ല എന്ന് വിചാരിച്ചോ, നിനക്ക് ഈ കൈയുടെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള വിഷൻ മാത്രം എടുത്താൽ മതി. ഇവിടെ സ്പേസ് ഉണ്ടോ? ആ സ്പേസിലേക്ക് നമ്മുടെ വണ്ടി മാറണം. വണ്ടി വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ്. ആ നമ്മുടെ സൈഡ് ഇതല്ലേടാ, നമ്മൾ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്തല്ലേ പോകേണ്ടത്. അവരുടെ സൈഡിൽ കൂടെ അല്ലേ വരുന്നത്. നിനക്ക് ടെൻഷൻ തോന്നുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരും, നിന്നെ തട്ടുമെന്ന് തോന്നിയാ ഈ സൈഡിലെ വിഷൻ നോക്കണം, ഇവിടെ സ്പേസ് ഉണ്ടോ, ആ സ്പേസിലേക്ക് നീ മാറിക്കോ. ഓക്കെ? എന്നിട്ട് ആ സ്പേസിൽ ലെവൽ ചെയ്യാനും മറന്നു പോകരുത്. തിരിഞ്ഞു മാറിയാൽ അവിടെ ലെവലും ചെയ്യണം. ഓക്കെ? ആ സ്പേസ് കീപ്പ് ചെയ്തോ. ഇനി എന്നിട്ടും ടെൻഷൻ തോന്നുന്നുണ്ടോ, ആ സ്പേസിൽ നിർത്തിക്കോ വണ്ടി. അയാൾ കടന്നു പോയിക്കോളും. പിടി കിട്ടുന്നുണ്ടോ? ഫസ്റ്റ് ഗിയർ പോവാം. ഫസ്റ്റ് ക്ലച്ച് ആക്കുക. ഈ ഫ്രണ്ടിലെ സ്പേസ് നോക്കടാ. ഇവിടുന്ന് നമുക്ക് റോഡിലേക്ക് കയറാൻ എന്ത് വേണം, അത്രയും മാത്രം തിരിയും. കിട്ടിയാ? ഇനി എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ചെയ്യണം. ശരിയല്ലേ? ഇനി മുന്നിലേക്ക് ഓടട്ടെ. എതിരെ വരുന്നവരെ നോക്കരുത്, മുന്നിലേക്ക് ഫ്രീ ആയിട്ട് ഓടിച്ചു പോകും. ഓട്ടെ. ഓക്കെ ആണോ? അടുത്ത ഗിയർ മാറ്. ആ കാറിനെ നോക്കരുത്, പകരം ഇവിടുത്തെ സ്പേസ് കണ്ടല്ലോ, ഇവിടെ ഒരു കാറുണ്ട്. ചവിട്ടി നിർത്തണ്ട, പയ്യെ ബ്രേക്ക് ചെയ്ത് ഇതേ തട്ടാതെ മെയിൻറ്റെയിൻ ചെയ്യും. കഴിഞ്ഞാ? നീങ്ങട്ടെ. ബ്രേക്ക് ലൂസ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഇടും. എനിക്കാവണ്ടേ നോള്. പോട്ടെ.
പയ്യെ നമ്മുടെ സൈഡ് കറക്റ്റ് ചെയ്യും പോരെ, നേരെ ആക്കി വെക്ക്, മൂവ്മെന്റ് എടുക്കും വണ്ടിക്ക്. ഓക്കെ അല്ലേ? ആ പിള്ളേരെ മാത്രം നോക്കുക, അവന്മാരെ തട്ടാതിരിക്കാൻ എന്തുമാത്രം മാറുക, ലെവൽ ചെയ്യുക. വീണ്ടും നമ്മുടെ സ്പേസ് ഇവിടെ വന്നു, ആ സ്പേസ് വിട്ടുകൊടുത്താൽ പുറകിലുള്ള ആൾ പോയിക്കോളും. വേണ്ട, നിർത്തണ്ട, നമ്മുടെ സ്പേസിലേക്ക് മാറി.